ഇവിടെ മൗലൽ ബുഖാരി തങ്ങൾ അന്തിയുറങ്ങുന്നില്ലയോ? മഖ്ബറകളിൽ വന്നിട്ട് ഇത്തരം ആഭാസങ്ങൾ പാടില്ല. എന്തിനാണ് ലൈനടിക്കാനും പെണ്ണ് കാണാനുമാണോട് ആ ചെറുപ്പക്കാരാ മഖ്ബറകളിലേക്ക് കടന്നു വരുന്നത്? അള്ളാഹു പൊറുക്കൂല, റസൂലുള്ള പൊറുക്കൂല, ഔലിയാക്കളെ പൊറുക്കില്ല കേട്ടോ. വലിയ ശാപമാണ് ഈ സമുദായത്തിന്. ഫസ്റ്റ് ഡേ തന്നെ മഹാന്മാരുടെ ശാപം മേടിക്കുന്നത് ഇല്ലേ? മഹാന്മാരുടെ ശാപമല്ലേ മേടിക്കുന്നത്? ഒരു സുന്നത്തായ രീതിയിൽ നീ ഒരു കർമ്മം നടപ്പാക്കുക. അത് റസൂലുള്ള പഠിപ്പിച്ചതല്ലേ, അത് നീ നടപ്പാക്കുക. നിന്റെ വീട്ടിലേക്ക്, അവളെ വീട്ടിലേക്ക് നീ പോയി കാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളായി ബന്ധപ്പെട്ട് നീ ചെയ്യേ. ഇത് അങ്ങനെയല്ല. ഇത് ജസ്റ്റ് ഒറിജിനൽ കാണല്, പിന്നെയാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കാണല്. മഹാന്മാരുടെ പൊരുത്തക്കേട് മേടിക്കാൻ എത്ര പെൺകുടിമാരാ ചില മക്ബറകളിലൊക്കെ വന്നാണ്ടാവും. എല്ലാക്കെ പബ്ലിക്കായിട്ട് ഓപ്പണായി തുറന്നിട്ട് ഇത് പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത സംഗതിയാണിത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത സംഗതിയാണിത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരുടെ അടുക്കൽ നമ്മൾ പോകുന്നത് അവരുടെ പൊരുത്തം മേടിക്കാനാണ്. അവരുടെ ചാരത്ത് നിന്നിട്ട് പടച്ചവനെ, ഞാൻ ഇന്ന പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി, എനിക്ക് നീ പരിഹാരം തരണം. ശ്രേഷ്ഠ സമ്പന്നമായ മഹാന്മാരുടെ ചാരത്ത് നമ്മൾ ദുആരക്കുമ്പോൾ അദീമായ റബ്ബ് നമുക്ക് ഉത്തരം തരും. അദീമായ റബ്ബ് നമുക്ക് പ്രതിഫലം തരും. അവരുടെ പൊരുത്തവും അവരുടെ മഖാമിന്റെ പ്രാധാന്യവും ബറക്കത്തും കൊണ്ട് നമുക്കൊരു പക്ഷേ അള്ളാഹു ഗുണം ചെയ്യും. പക്ഷേ അതെല്ലാം ആഭാസത്തരത്തിലേക്കും തോന്നിവാസങ്ങളിലേക്കും ആക്കുന്ന രീതിയിൽ ഈ സമുദായത്തിലെ പെൺകുടിമാര് കാണിച്ചു കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾ, നഊദു ബില്ലാഹ്, എന്തൊരു കഷ്ടമാണ് മുഅ്മിനീങ്ങളെ. മഖ്ബറകൾ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, ഇവിടെ കൊണ്ടോന്നറിയില്ല ചന്ദനക്കുടയെടുപ്പ്. അതുപോലെ മഖ്ബറകൾക്ക് ചുറ്റും ഇങ്ങനെ വലിയ കലോം വെച്ചിട്ട് പെങ്ങന്മാരിങ്ങനെ മഖ്ബറകൾക്ക് ചുറ്റും ഇങ്ങനെ കഅബ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ഏർപ്പാട്, ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. എന്റെ സമുദായത്തിലെ ഉമ്മമാരെ, നിങ്ങൾക്ക് ഹാമിദ് യാസീനോട് വിരോധമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് നിങ്ങളോടും വിരോധമില്ല, വിദ്വേഷമില്ല, ദേഷ്യമില്ല. പക്ഷേ ഇതൊക്കെ പറയാതിരിക്കുന്നതെങ്ങനാ? ഒരു ചെറുപ്പക്കാരന്റെ മനസ്സെങ്ങനെയാണെന്നറിയുമോ? ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ 24, 23, 18, 30 വയസ്സായ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ? അവൻ നോക്കുന്ന മൊബൈലിനകത്ത് മുഴുവനും ബ്ലൂ ഫിലിമുകളാണ്. അവൻ കാണുന്ന ചുവരുകളിൽ മുഴുവനും അശ്ലീലമായ പോസ്റ്ററുകളാണ്. അവന്റെ മുമ്പിലേക്ക് വരുന്ന ടെലിവിഷൻ ചാനലുകൾ മുഴുവനും സമ്മാനിക്കുന്നത് തോന്നിവാസങ്ങളാണ്. ഒരു പത്രമെടുത്ത് മാന്യമായി തുറന്നു നോക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ചെറിയ കുട്ടിയെ അരികത്തിരുത്തിയിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ പറ്റുമോ? അതിനകത്തും തോന്നിവാസങ്ങളുടെ ചിത്രങ്ങളാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മനസ്സിന്റെ അകത്തളത്തിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെറുപ്പക്കാരന്റെ മനസ്സ്. ആ മനസ്സിന്റെ ഉടമകൾക്ക് അടുത്തുകൂടി അർദ്ധനഗ്നകളായി ഇങ്ങനെ ആട്ടിയും കുലുക്കിയൊക്കെ നടന്നു പോയാൽ സുബ്ഹാനല്ലാഹ്, അത് വലിയ ദോഷത്തിലല്ലേ? ഇരുമ്പും കാന്തവും എപ്രകാരമാണോ അപ്രകാരമാണ് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ. എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും ഫസാദിന്റെയും ഫിത്നയുടെയും കാലം അധികരിച്ചില്ലയോ? പെങ്ങളെ, നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് മാന്യതയോടെ പതിവ്രതകളായി ലജ്ജാവതികളായി നിങ്ങൾ ജീവിച്ചാൽ ഫാത്തിമ ബീവി പോകുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാം. കണ്ടില്ലേ ബീവി ഫാത്തിമത്തു സുഹ്റാ, മണിയറയുടെ മനോഹരമായ മധുവൂറുന്ന രാത്രിയിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന നേരത്ത് മണവറയിൽ നിന്നുകൊണ്ട് ഫാത്തിമ ബീവി കരയുകയാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കണ്ണീരൊഴുക്കുന്നത്? ഭൂലോക ഗുരുവായ റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ, ഭൂലോക ചക്രവർത്തിയായ റസൂലുള്ളാഹിന്റെ കുഞ്ഞുമോൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് വിഷമിക്കുന്നത്? അലി ഇബ്നു അബീ താലിബിനെ ഇഷ്ടപ്പെട്ടില്ലേ? എത്രയോ രാജാക്കന്മാര് വന്ന് കല്യാണമാലോചിച്ചു, എത്രയോ പ്രഭുക്കന്മാര് വന്ന് കല്യാണമാലോചിച്ചു, എത്രയോ നാട്ടുപ്രമാണിമാര് വന്ന് ചോദിച്ചു, ഹബീബായ നബിയെ, അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ എനിക്കൊന്ന് കല്യാണം കഴിച്ചു തരുമോ?
അല്ലാഹുവിന്റെ റസൂല് സുൽത്താൻമാർക്ക് ഫാത്തിമ ബീവിയെ കൊടുത്തിട്ടില്ല, പ്രമുഖന്മാർക്ക് ഫാത്തിമ ബീവിയെ കൊടുത്തിട്ടില്ല. ഒരു രാജാവിന്റെയും മണിമന്ദിരത്തിലേക്കോ കൊട്ടാരത്തിലേക്കോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടില്ല. ഒരു പുല്ലറുപ്പുകാരനായ സാധാരണക്കാരൻ എന്താണ് അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ പണി എന്നറിയുമോ? രാവിലെയാകുമ്പോ പുല്ലറുക്കുന്ന കത്തിയുമായിട്ട് ഇറങ്ങി പുറപ്പെടും. ആ പുല്ലറുക്കുന്ന കത്തിയുമായി ഇറങ്ങി പുറപ്പെട്ട് വനാന്തരങ്ങളിൽ കടന്നു ചെന്നിട്ട് പുല്ലറുത്ത് പുല്ലു ശേഖരിക്കും. വലിയ ഒട്ടകക്കൂട്ടങ്ങളും കുതിരക്കൂട്ടങ്ങളുമുള്ള മുതലാളിമാരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കുതിര പുല്ലിട്ട് കൊടുക്കും. ആ ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ള പുല്ലിട്ട് കൊടുക്കും. അവർ ചില്ലറയും അവർ ചെറിയതുമായ ദിർഹമുകളോ നാണയങ്ങളോ കൊടുക്കും. അത് കയ്യിൽ മേടിച്ചിട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ഇതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. മഹാനായ ഈ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, മണവറയിലെ മനോഹരമായ വെണ്ണക്കല്ലിന്റെ ലാവണ്യത്തിൽ ചാലിച്ച സുവർണ സ്വപ്നങ്ങളുടെ മഴവിൽ കാന്തികൾ തളിരിട്ട് കളിയാടുന്ന മണവറയുടെ മനോഹരമായ രാത്രിയിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന നേരത്ത് റസൂലുള്ളാഹിന്റെ രാജ്ഞിയില്ലയോ, മക്കയുടെ മണവാളനായ റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ മദീനയിലെ രാജ്ഞിയായ ഫാത്തിമത്തു സുഹ്റാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാണ്. എന്റെ കണ്ണൂർ ജില്ലയിലെ പെങ്ങളെ, നിങ്ങളിത് കേൾക്കണേ. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ചോദിച്ചു, ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത്? അലി ഇബ്നു അബീ താലിബിന് സൗന്ദര്യം കുറഞ്ഞു പോയോ? അലി ഇബ്നു അബീ താലിബിന് വലിയ പ്രമാണിത്വവും അധികാരവും ചക്രവർത്തി പദങ്ങളും സമ്പത്തും കൊട്ടാരവും ഇല്ലാത്തത് കൊണ്ടാണോ? എന്തിനാണ് ഫാത്തിമ ബീവി കരയുന്നത്? എന്തിനാണ്? അലിയാർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പ, എന്റെ വാപ്പിച്ച, എന്റെ പ്രിയപ്പെട്ട വാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയാണ് മണവാളനായി എനിക്ക് സമ്മാനിച്ചു തന്നത്. ആ മണവാളനല്ലാതെ ദുനിയാവിൽ എനിക്ക് മറ്റൊരു മണവാളന് വേണ്ട. ഞാൻ അവിടുത്തെ സൗന്ദര്യത്തിന്റെ കുറവിൽ എനിക്ക് ആവലാതിയില്ല, അവിടുത്തെ സമ്പത്തിന്റെ കുറവിൽ എനിക്ക് പരാതിയില്ല, അവിടുത്തെ കുടിലിനെ പറ്റി എനിക്ക് ആവലാതിയില്ല. പക്ഷേ ഞാൻ ഈ മണവറയിൽ കയറി വന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചു പോയി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഫാത്തിമ മോൾ ആലോചിച്ച ഒന്ന് രണ്ട് വസ്തുതകൾ? അതേ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, ഞാനിന്ന് ഈ മണവറയിലെ മണമുള്ള രാത്രിയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോഴനായിട്ട് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഇവിടെ വന്നല്ലോ. എനിക്ക് കൂട്ടുകാരനായിട്ട് അലിയാർ തങ്ങൾ ഈ ഖബറിലുണ്ട്, ഈ മണവറയിലുണ്ടല്ലോ. ഈ ഫാത്തിമയാകുന്ന റസൂലുള്ളാഹിന്റെ പൊന്നുമോള് അങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ ജനാസ എടുത്ത് ഖബറിലങ്ങ് താഴ്ത്തി വെച്ചാൽ എന്റെ ഖബറിൽ ആരാണ് എനിക്ക് കൂട്ടുവരിക? എന്റെ ഖബറിൽ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ എനിക്ക് കൂട്ടുകാരനായിട്ട് വരുമോ? ഇത് ചിന്തിച്ചപ്പോ എനിക്ക് കരച്ചിൽ വരുന്നു. പോരാ പോരാ, ഞാനങ്ങ് മരണപ്പെടുന്ന സമയത്ത് എന്റെ പെങ്ങളെ, നിങ്ങളിത് കേൾക്കണം കേട്ടോ. ഫാത്തിമ ബീവിന്റെ ആശങ്ക കണ്ടോ? ഫാത്തിമ ബീവിന്റെ വിഷമം കണ്ടോ? ഞാനങ്ങ് മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്റെ ജനാസ എടുത്തുകൊണ്ടുപോയി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ
കഫം പുടവ കൊണ്ട് മൂട എന്റെ ശരീരത്തിന്റെ ബോഡിയുടെ ഷേപ്പ് അത് അന്യ ആണുങ്ങൾ കാണാനിടവരില്ലേ അലിയേ. എന്റെ ജനാസ എടുക്കുന്ന സന്ദർഭത്തിൽ, അത് എടുക്കുന്ന അവസരത്തിൽ രാത്രി സമയത്ത് മാത്രം എന്റെ ജനാസ എടുക്കണം അലിയേ. ഇതേ മണവറയിൽ വെച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഖബറിന്റെ ഭീകരതയെ സംബന്ധിച്ച് പേടിച്ച് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ ബീവി മരണാസന്നയായി കിടക്കുന്ന സമയത്ത് അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ ജനാസ എടുക്കുന്ന സന്ദർഭത്തിൽ അത് രാത്രിയിലാക്കണേ അലിയേ. കാരണം എന്താണെന്നറിയുമോ? ആരംഭപ്പൂവായ റസൂലുള്ളാന്റെ പൊന്നുമോള് പറയുന്ന ആവലാതി കണ്ടോ ഉമ്മമാരെ? റസൂലുള്ളാന്റെ പൊന്നുമോള് ഫാത്തിമ പറയുന്ന ടെൻഷൻ, ഞാനങ്ങ് മരണപ്പെട്ടെന്റെ ജനാസ എടുത്തുകൊണ്ട് പോകുന്ന നേരത്ത് എന്റെ ബോഡിയുടെ ഷേപ്പ് അത് അന്യ ആണുങ്ങൾ കണ്ടാലോ. അതുകൊണ്ട് അലിയേ, എന്റെ ജനാസ എടുക്കുമ്പോ പാതിരാത്രിയിൽ, അതേ സൂര്യൻ അസ്തമിച്ച ശേഷം ഇരുട്ടു പറക്കുന്ന സമയത്തെടുക്കണേ. ഇത് ഫാത്തിമ ബീവിയുടെ വസിയത്താണ്. മണവറയിലെന്ന രാത്രിയിൽ അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും കൂടി അവരതാ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചു പോയി. മരണാസന്നയായി കിടക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നടപ്പാക്കി കൊടുത്തു. അന്ന് മുതലാണ് അതാ കാണുന്ന നമ്മുടെ ജനാസ കൊണ്ടുപോകുന്ന കട്ടിൽ, ആ കട്ടിലിന്റെ പുറത്തൊരു മൂടി വന്നത് അന്ന് മുതലാണെന്ന് ചരിത്രം പറയുന്നു. മോളെ ഫാത്തിമ ബീവി പോകുന്ന സ്വർഗ്ഗത്തിൽ നമുക്ക് പോകണ്ടയോ? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയ സ്വർഗമില്ലയോ? ആ സ്വർഗത്തിൽ നമുക്ക് പോകണ്ടേ പെങ്ങളെ? പോകണമെങ്കിൽ നമുക്കങ്ങനെ ജീവിക്കാൻ ഒരു മനസ്സ് വേണം. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പൊന്നുമോളല്ലയോ ഫാത്തിമ ബീവി? ഫാത്തിമ ബീവി ദൂരെ നിന്നിങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ റസൂലുള്ള നടന്നു വരുന്നതാണെന്ന് തോന്നിപ്പോകും. അത്രയേറെ ഹബീബുമായി രൂപസാദൃശ്യമുള്ള പെങ്ങളാണ് ബീവി ഫാത്തിമത്തു സഹ്റാ. ആ ഫാത്തിമ ബീവിയാണ് ഇത്രയും ഏറെ. അവരൊരിക്കലും ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടപ്പെട്ടില്ല, തെരുവിലൂടെ തെണ്ടി നടക്കാൻ ആഗ്രഹിച്ചില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നു, അല്ലാഹുവിനെ പേടിച്ചിരുന്നു. എന്റെ ഉമ്മ പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകേണ്ടതില്ലയോ? അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട രാത്രിയിൽ ഈ മുത്തല്ലിമായ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ചെയ്യുന്ന വസിയത്താണ്, മാന്യമായി വസ്ത്രം ധരിച്ച് സംസാരമൊക്കെ വളരെയേറെ സൂക്ഷിച്ച് സംസാരിച്ച്, അന്യാണും അന്യ പെണ്ണും തമ്മിൽ കാണുന്നതിന്റെ ഇസ്ലാമിക ഹുക്ം ഹറാമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ആയിഷ ബീവിയും ഒരു പ്രിയപ്പെട്ട പെങ്ങളും ചാരത്തുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങ് അകത്തേക്ക് വെക്കേ. കാരണം എന്താ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തങ്ങൾ അന്ധനായ സ്വഹാബിയാണ്, അവിടുന്ന് കടന്നു വരുന്നുണ്ടല്ലോ. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തങ്ങൾ രണ്ട് കണ്ണും കണ്ടൂടാത്ത അന്ധനായ സഹാബിയല്ലേ നബിയെ, പിന്നെന്തിനാ ഞങ്ങൾ എഴുന്നേറ്റ് മാറുന്നത്? ആ സമയത്ത് റസൂലുള്ള തിരിച്ചവരോടൊരു ചോദ്യം ചോദിച്ചു, അല്ല മോളെ ആയിഷ, നിങ്ങൾ രണ്ടുപേരും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തങ്ങളെ കാണുന്നില്ലയോ? അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാം തന്നല്ലയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരുമോ? നമുക്ക് ഈ മജ്ലിസ് ഇന്നിവിടെ അവസാനിപ്പിക്കാം.
അല്ലാഹുവിൽ വലിയ സ്നേഹം വേണം ചെറുപ്പക്കാരാ. അല്ലാഹുവിൽ വലിയ സ്നേഹം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഹബീബായ നബിയിൽ നമ്മൾ പ്രേമം കാത്തു സൂക്ഷിക്കണം. ദുനിയാവിന്റെ മതിഭ്രമതകളോട് നമ്മൾ വിട പറയണം. അല്ലാതെ ഈ കാലം വലിയ മോശമായ കാലഘട്ടമാണ്. എല്ലാ സ്ഥലത്തും ഫിത്നയും ഫസാദും പ്രശ്നങ്ങളും വളരെ കലാപകലുഷിതമായ അന്തരീക്ഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാ സന്ദർഭങ്ങളും വിശുദ്ധമായ ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ ആഖിറത്തിൽ നമുക്ക് വലിയ പദവി കിട്ടും കേട്ടോ. ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വക പറഞ്ഞതല്ല, ഇത് അല്ലാഹുവിന്റെ ദീനാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മുഴുവനും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അറിയുമോ സഅദ് സലമി റളിയല്ലാഹു അൻഹു ആരാണ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു ദിവസം മദീനത്തെ സദസ്സിലിരുന്നിട്ട് പറഞ്ഞു, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനി ഫലസ്തഖില്ലാഹു ബിസുലുസിൽ ബാഖി. അങ്ങനെ ഒരു ഹദീസ്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളിൽ ആരെങ്കിലും വിവാഹം കഴിഞ്ഞാൽ ദീനിന്റെ 2/3 ഭാഗവും അവൻ കരഗതമാക്കി, മൂന്നാമതൊരു ഭാഗം അവൻ ഇബാദത്തിലൂടെ കരഗതമാക്കിക്കൊള്ളട്ടെ എന്നർത്ഥം വരുന്നൊരു ഹദീസ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ പെട്ടെന്നൊരു ശബ്ദം അതാ കേൾക്കുന്നു, പെരുമാ സഹാബാക്കൾ അതാ നോക്കുന്നു, കരളാം റസൂലുള്ളാഹ് സഅദിനോട് കരയാൻ സബബെന്താ ഉരയെന്നോട്. സഹാബത്തെല്ലാം സന്തോഷിച്ചിരിക്കുകയാണ്. എല്ലാ സഹാബത്തും സന്തോഷിക്കുന്ന ഘട്ടത്തിൽ മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു മാത്രം കരയുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ഞാൻ ക്ഷണിച്ചത് അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസിലേക്കാണ്, ഒരു പൊളിറ്റിക്കൽ സദസ്സിലേക്കല്ല, ഭൗതികമായ ഏതെങ്കിലും സദസ്സുകളിലേക്കല്ല. അകലെയും ദൂരെയും ആരും മാറി നിൽക്കണ്ട. എല്ലാ മുഅ്മിനീങ്ങളും ഈ സദസ്സിലേക്ക് കടന്നു വരണം. നമുക്ക് ഈ മജ്‌ലിസ് ദുആരെന്ന് പിരിയേണ്ട നേരമായി കഴിഞ്ഞു. അദീമായ റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ട് നമുക്ക് കബൂലാക്കുമാറാകട്ടെ. സഅദ് സലമി റളിയല്ലാഹു അൻഹു കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, അല്ല മോനെ സഅദേ, എന്തിനാ നീ കരയുന്നത്? നബിയെ, എല്ലാ സഹാബത്തും സന്തോഷത്തിലാണല്ലേ, എല്ലാ സഹാബത്തും ആഹ്ലാദത്തിലാണല്ലേ, പക്ഷേ ഞാനെങ്ങനെ കരയാതിരിക്കും നബിയേ? ഞാൻ കറുകറുത്തവനാണ്, ഞാൻ കാണാൻ കൊള്ളാത്തവനാണ്, എൻ്റെ മൂക്ക് ചപ്പിയതാണ്, എൻ്റെ മുടികൾ ചുരുണ്ടതാണ്, ഞാൻ ഒരു ഇത്തോപ്യൻ നീഗ്രോ അടിമയാണ്. ഈ അറേബ്യയിൽ ആരെങ്കിലും എനിക്ക് കെട്ടാൻ പെണ്ണ് തരുമോ നബിയേ? ഹബീബായ തിരുനബി തിങ്കളിന്റെ സദസ്സിൽ വെച്ച് ഈ മഹാനായ സ്വഹാബി വര്യൻ എഴുന്നേറ്റ് നിന്ന് 2 കണ്ണുകളും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തു, മോനെ സഅദേ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ നാട്ടിലെ പ്രമാണിയായ വഹബിന്റെ അടുത്തു ചെല്ലണം, ഈ നാട്ടിലെ പ്രമുഖനായ വഹബിന്റെ അടുത്ത് ചെല്ലണം, എന്നിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ആതിഖ ബീവിയെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഞാൻ പറഞ്ഞു എന്ന് റസൂലുള്ളാഹ് പറഞ്ഞു എന്ന് നീ ചെന്നിട്ട് വഹബിനോട് പറയണം. ഇതും പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹ് പറഞ്ഞു തീർന്നപ്പോൾ സഅദ് സലമിയുടെ കരച്ചിലിരട്ടിയായി. ഒരാർക്കും വേണ്ടാത്തൊരു പാവപ്പെട്ട നീഗ്രോയായ എന്നെ, കാണാൻ സൗന്ദര്യമില്ലാത്ത, പണമില്ലാത്ത, പത്രാസില്ലാത്ത എന്നെ ഈ നാട്ടിലെ പ്രമാണിയായ മുതലാളിയായ വഹബിന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തരികയെന്നോ? അചിന്തനീയം തന്നെ നബിയേ, അവിടുന്ന് എന്നെ കളിയാക്കുന്നോ ഹബീബേ?
ആ നേരത്ത് ആരംഭപ്പൂവായ റസൂലുള്ള ചോദിച്ചു, ഞാൻ നിന്നെ കളിയാക്കുകയോ? ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ സഅദേ, ഞാൻ നിന്നെ കളിയാക്കുകയോ? ഇല്ല ഇല്ല, ഞാൻ സാദിഖുൽ മസ്ദൂഖല്ലേ മോനെ സഅദേ, സത്യം മാത്രം പറഞ്ഞിട്ടുള്ള പ്രവാചകനല്ലേ സഅദേ. നീ ചെന്നിട്ട് വഹബിനോട് ഞാൻ പറഞ്ഞു എന്ന് പറയൂ. മഹാനായി സഹാബി വര്യൻ സന്തോഷത്തോടെ നേരെ വഹബിന്റെ വീട്ടിലേക്ക് ചെന്നു. വാതിലിൽ മുട്ടി. വാതിലിൽ മുട്ടുന്ന നേരത്തതാ വഹബ് ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്നുമാണ് ഈ സഹാബി വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ, അല്ല ഇതാര്, സഅദ് സലമിയോ? എന്തിനാ വന്നത്? വരൂ, അകത്തേക്ക് നിൽക്കൂ. അറബികൾ അങ്ങനെയാണ്. ആദ്യം വരുന്ന ആളുകൾക്ക് അതിഥി സൽക്കാരം നൽകി സ്വീകരിക്കും, പിന്നീടാണ് അവരോട് വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കുക. മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിനെ വഹബ് എന്ന് പറയുന്ന ഈ പ്രമാണിയായ സഹാബി വര്യൻ സ്വീകരിച്ചിരുത്തി. ആദിത്യ മര്യാദയും സൽക്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, എന്തിനാണ് ഹബീബിന്റെ ചാരത്ത് നിന്ന് വന്നത്? അത് ഞാനൊരു കാര്യം അവതരിപ്പിക്കാൻ വന്നതാണ്. എന്താണെങ്കിലും വിഷമമില്ല, പറഞ്ഞോളൂ. മഹാനായ സഅദ് സലമിക്ക് പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചതല്ലേ എന്ന് മനസ്സിലാക്കി അവിടുന്ന് പറയാൻ തുടങ്ങി. നിങ്ങളുടെ മകളായ ആതിഖ ബീവിയെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ, എനിക്ക് മംഗല്യം കഴിച്ചു തരാൻ, എനിക്ക് നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്തു തരാൻ ഹബീബായ നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടേ. അത്രയും നേരം സ്നേഹസമ്പന്നമായി ഡീല് ചെയ്ത, വളരെ സ്നേഹത്തോടെ ഇടപെട്ട വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഇറങ്ങടാ പുറത്ത്, നീ എന്തൊരു ഭ്രാന്ത് വർത്തമാനമാണ് പറയുന്നത്? കണ്ടുപോകരുത് നിന്നെ, ഈ പടിക്ക് പുറത്തുനിന്ന് ഇറങ്ങിപ്പോകണം. വളരെ കാർക്കശ്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു പറഞ്ഞു വിട്ടു. സുബ്ഹാനല്ലാഹ്, ഇത് കേൾക്കേണ്ട താമസം മഹാനായ സഅദ് സലമി പൊട്ടിയങ്ങ് കരഞ്ഞുപോയി. വഹബിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇലാ ജനാബി റസൂലില്ലാഹ്, ഹബീബായ തിരുനബി തിങ്കളിന്റെ ചാരത്തേക്ക് ഓടിപ്പോയി. അകത്തളത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, വാപ്പാ ഇപ്പോൾ വന്നിട്ട് പോയതാരാണ്? അത് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് സഅദ് വന്നിട്ട് പോയതാണ്. എന്തേ സഅദ് പറഞ്ഞ വിശേഷം? മോളെ, നീ അതൊന്നും അറിയേണ്ട കാര്യമല്ല, നീ അകത്തു പോയിക്കോ, സഅദിനെ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. വാപ്പാ, എന്റെ പേര് സഅദ് പറയുന്നത് കേട്ടല്ലോ, റസൂലുള്ളാഹിന്റെ പേരും എന്റെ പേരും സഅദിന്റെ പേരുമൊക്കെ റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തോ വിശേഷം പറയുന്നത് കേട്ടല്ലോ. എന്താണ് വാപ്പാ? മോളെയോ സഅദിനെന്തോ വട്ടുപിടിച്ചെന്ന് തോന്നുന്നു, എന്തോ മെന്റൽ ഇഷ്യൂ ഉള്ള ആളാണെന്ന് തോന്നുന്നു. മറ്റു കുഴപ്പമൊന്നുമില്ല, ഞാനത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ പ്രമാണിയായ മുതലാളിയായ സുമുഖിയായ സുന്ദരിയായ സുശീലയായ നിന്നെ ആ നിഗ്രോയായ സഅദിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞു എന്നും പറഞ്ഞ് എന്തോ പിരാന്ത് ഉലമ്പിക്കൊണ്ടാണ് സഅദ് വന്നത്. ഞാനത് നേരെ ചൊവ്വേ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. മോള് ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, അകത്തേക്ക് പോയിക്കൊള്ളൂ. ഇത് പറഞ്ഞു തീരുമ്പോ സുബ്ഹാനല്ലാഹ്, ആതിഖ ബീവി റളിയല്ലാഹു അൻഹു അങ്ങ് മാറിപ്പോയി. വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വാപ്പാ, ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആതിഖ ബീവിക്കൊരു മണവാളനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സഅദ് സലമിയാണെങ്കിൽ ആ മണവാളനല്ലാതെ ഒരു പ്രമാണിയെയും ഈ ആതിഖ ബീവിയാകുന്ന അങ്ങയുടെ മോൾക്ക് വേൽക്കണ്ട.
ആതിഖ ബീവിക്ക് മറ്റൊരു പുതുമണവാളനെ വേണ്ട, ആതിഖ ബീവിക്ക് മറ്റൊരു മണവാളനെ കല്യാണം കഴിക്കണ്ട. ഇത് പറഞ്ഞു തീർന്നപ്പോഴാണ് മഹാനായ വഹബ് റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു ബോധോദയം ഉണ്ടായ പോലെ തോന്നിയത്. അവിടുന്ന് പെട്ടെന്ന് തന്നെ വാതിൽ ഓപ്പണാക്കിയിട്ട് ഇറങ്ങി പിന്നാലെ ഓടി. നോക്കുമ്പോ അതാ സഅദ് സലഫി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പോകുന്നു. പിന്നാലെ നേരെ ഓടി ഓടി ചെല്ലുകയാണ്. സഅദ് സലഫി റളിയല്ലാഹു അൻഹു ആരോ പിന്നിൽ നിന്ന് വരുന്നല്ലോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ ഉണ്ടതാ വഹബ് തങ്ങൾ ഓടി വരികയാണ്. എന്നെ ആട്ടിപ്പുറത്താക്കിയതും പോരാഞ്ഞിട്ട് എന്നെ തല്ലാൻ പിന്നാലെ വരുന്നോ എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചുകൊണ്ട് മഹാനായ സഅദ് തങ്ങൾ ഓടടാ ഓട്ടമാണ്. ഈ വിഷയം മനസ്സിലാക്കിയ മഹാനായ വഹബ് റളിയല്ലാഹു അൻഹു പടച്ചവനെ അബദ്ധമായി പോയല്ലോ, എനിക്ക് അങ്ങനെ ഒരു അമളി പറ്റിപ്പോയല്ലോ. ഒരു ഷോർട്ട് കട്ട് വേയിലൂടെ നേരെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നു. ഒരു കുറുക്കു വഴിയിലൂടെ, ഒരു എളുപ്പ വഴിയിലൂടെ സഅദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ചെന്നു. എന്നിട്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞ നബിയെ, എൻ്റെ അടുത്ത് സഅദ് വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എനിക്കെല്ലാം ഇഷ്ടമാണ്, സമ്മതമാണ്, ആ ഡേറ്റ് ഒന്ന് ഫിക്സ് ആക്കി തരണം, ആ ഡേറ്റ് ഒന്ന് ക്ലിയർ ആയി പറഞ്ഞു തരണം നബിയേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് സന്തോഷമായി, ഡേറ്റും ഫിക്സ് ആക്കി. ഈ വിഷയങ്ങളൊക്കെ വഹബ് റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചു. സഅദ് കരഞ്ഞുകൊണ്ട് പിന്നാലെ വരുന്നുണ്ട്. ഞാനൊരൽപ്പം അപമര്യാദയായി ആദ്യം പെരുമാറിപ്പോയി, എന്നോട് ക്ഷമിക്കണേ നബിയേ. ഇതും പറഞ്ഞിട്ട് മഹാനായ വഹബ് റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി. അവിടുന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോ അതാ വരുന്നു സഅദ് സലഫി റളിയല്ലാഹു അൻഹു. പൊട്ടിക്കരഞ്ഞ് ഏങ്ങലടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് വിഷയം അവതരിപ്പിക്കുകയാണ്. നറുനിലാവ് പോലെ പുഞ്ചിരി തൂകിയ ആരംഭപ്പൂവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ സഅദേ, നീ കരയാതെ. ഈ നാട്ടിലെ പ്രമാണിയായ വഹബിന്റെ മകളായ ആതിഖ ബീവിയും നീയും തമ്മിലുള്ള വിവാഹം ഇന്നാലിന്ന ഡേറ്റിന് ഫിക്സ് ആക്കി കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോ സഅദിന് വീണ്ടും സങ്കടം. നബിയെ, അവിടുന്ന് എന്നെ പ്രമാണിയായ വഹബിന്റെ വീട്ടിൽ പറഞ്ഞേച്ചെന്നെ അധിക്ഷേപിച്ചു, രണ്ടാമത് വഹബ് എന്നെ ആട്ടിയോടിച്ചു, മൂന്നാമതെന്നെ തല്ലാൻ വേണ്ടി പിറകെ വരുന്നു. ഞാൻ ഈ വിവരം വന്ന് അവിടുത്തെ അറിയിച്ചപ്പോ അവിടുന്ന് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ആക്കി എന്നും പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കുന്നു നബിയേ. ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു, ഞാൻ നിന്നെ അധിക്ഷേപിക്കുകയോ മോനെ? വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ, എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തപ്പോൾ ശാന്തനായി, സന്തോഷത്തോടെ സുസ്മേരവദനായി പുഞ്ചിരി തൂകിയിട്ട് പറഞ്ഞു, അല്ല, എൻ്റെ കയ്യിൽ കൊടുക്കാൻ മഹറൊന്നുമില്ലല്ലോ. മഹർ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ല്. വലിയ പ്രമാണിയാണ്, മുതലാളിയാണ് ഉസ്മാൻ തങ്ങൾ. ഞാൻ പറഞ്ഞു എന്ന് പറ, 100 സ്വർണ്ണ നാണയം, 100 ദിർഹം, 100 നാണയം നിനക്ക് കടം തരാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. നേരെ ചെന്ന് ഉസ്മാൻ തങ്ങളുടെ അടുത്ത് പോയി നാണയം കടം മേടിച്ചു. ആ നാണയം കടം മേടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങാടിയിൽ പോകണം, പെണ്ണിന് വസ്ത്രം മേടിക്കണം, ആഭരണം മേടിക്കണം, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മഹർ കൊടുക്കാൻ ആഭരണം വേണം, അതുപോലെ തന്നെ വസ്ത്രം മേടിക്കണം, സുഗന്ധങ്ങൾ മേടിക്കണം, ഇങ്ങനെയെല്ലാം ഒരു നല്ല ഷോപ്പിംഗ് സ്വപ്നം കണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നടന്നു വരുമ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്നും മദീനയിൽ നിന്നും ഒരു വിളിയാളം കേൾക്കുന്നു. മഹാനായ സഅദ് സലഫി റളിയല്ലാഹു അൻഹു കാതോർത്ത് നോക്കി. സുബ്ഹാനല്ലാഹ്, ധർമ്മയുദ്ധത്തിനുള്ള ആഹ്വാനമാണ്. ധർമ്മസമരത്തിലേക്ക് വരുവീൻ സഹാബത്തെ എന്ന് ഹബീബായ റസൂലുള്ള സ്വാഗതം ചെയ്യുന്ന വിളിയാണ്. നേരെ ഓടിച്ചെന്ന്
വിളിക്കുന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, നബിയേ നാളെ ഞാനും വരട്ടോ യുദ്ധത്തിന്? റസൂലുള്ള പറഞ്ഞു, മോനെ സഅദേ, വഹബിന്റെ പ്രമാണിയായ സുന്ദരിയായ മകൾ ആതിഖ ബീവി മണവറയിൽ കാത്തിരിക്കുന്ന നാളത്തെ മണവാളനാണു നീ. വരണ്ട വരണ്ട, നീ പൊയ്ക്കൊള്ളൂ, നിന്റെ നിക്കാഹ് നടക്കട്ടെ, നിന്റെ കല്യാണം നടക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കി പറയാം മുഅ്മിനീങ്ങളെ, പിറ്റേന്ന് രാവിലെ യുദ്ധം ആരംഭിച്ചു. സത്യവും അസത്യവും തമ്മിൽ പോരാട്ടം നടക്കുകയാണ്. അതാ ഒരു കുതിര പാറി പറന്നു വരികയാണ്. ആകപ്പാട് കരിമ്പടം പുതച്ചൊരു പ്രത്യേക വേഷധാരിയായ മനുഷ്യൻ ശത്രുക്കളുടെ സ്ട്രോങ് ഹോൾഡിലേക്ക് ഇടിച്ചു കയറി വലിയ തകർച്ചയുണ്ടാക്കുന്നു, നാശനഷ്ടങ്ങൾ വരുത്തുന്നു. അന്ന് യുദ്ധം അവസാനിച്ചു. ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നറിയാൻ വേണ്ടി ഹബീബായ തിരുനബി തിങ്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ജനാസകളും ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഒരു കരിമ്പടം പുതച്ച ജനാസ കിടക്കുന്നു. ആളറിയുന്നില്ല. ഹബീബ് മെല്ലെ മെല്ലെ മുഖം മൂടി ഇങ്ങനെ മാറ്റി നോക്കുമ്പോളുണ്ട് ആരാണ് മധുപൂറുന്ന പരിമളമുള്ള നാളത്തെ മണവറയെ പുൽകാൻ കാത്തിരുന്ന മണവാളനില്ലയോ? ആതിഖ ബീവിയാകുന്ന പ്രമാണിയായ സുന്ദരിയായ മകൾ കാത്തിരിക്കുന്ന മണവാളനില്ലയോ? എനിക്ക് സൗന്ദര്യമുള്ളവാണ് നബിയേ, എന്റെ മൂക്ക് ചപ്പിയതാണ് നബിയേ, എന്റെ ചുടികൾ മുൾമുടികൾ ചുണ്ടതാണ് നബിയേ, പണമില്ല നബിയേ, ആരാണ് എനിക്ക് മക്കയിൽ കല്യാണം കഴിച്ചു തരുക നബിയേ എന്നും പറഞ്ഞെന്റെ സദസ്സിൽ കല്യാണം കഴിക്കാൻ പൊട്ടിക്കരഞ്ഞ സദസ്സലമി ധാരണാങ്കണത്തിൽ ഷഹീദായി കിടക്കുന്നു. റസൂലുള്ള ജനാസയുടെ അടുത്തിരുന്ന് കരയുകയാണ്. സഹാബത്ത് നാല് ഭാഗത്തു നിന്ന് ഓടി വന്നു. ആരുടെ ജനാസ കണ്ടിട്ടാണ് ഹബീബ് കരയുന്നത്? സാധാരണ ജനാസ കാണുമ്പോ റസൂലുള്ള അങ്ങനെ കരയാറില്ലല്ലോ. മഹാന്മാരായ സഹാബത്ത് വരുമ്പോ ഹബീബ് പറഞ്ഞു കൊടുത്തു, മക്കളെ ഈ കിടക്കുന്ന ഷഹീദായ ജനാസ ആരുടേതാണെന്നറിയുമോ? ആതിഖ ബീവി ഇല്ലയോ? ഈ രാജ്യത്തെ പ്രമാണിയായ മുതലാളിയായ വഹബിന്റെ സുന്ദരിയായ പൊന്നുമകൾ അന്ന് രാത്രിയിൽ മണവറയിൽ കാത്തിരിക്കുന്ന പുതുമണവാളൻ അതേ സഅദ് സലമിയാണ്. സഅദ് നേരത്തെ സ്വർഗത്തിലെ മണവറയിലേക്ക് പോയി. റസൂലുള്ളാഹിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് കരയുകയാണ്. ചെറുപ്പക്കാരാ, എങ്ങനെയാണ് ഇതിന് കഴിയുക? അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിലേ ഇത് കഴിയൂ, ഹബീബിനോട് ഇഷ്ടമുണ്ടെങ്കിലേ ഇതിന് കഴിയൂ, അല്ലാതെ എങ്ങനെയാണ് ഇതിന് മനസ്സ് വരിക? റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് അവലാതി പറഞ്ഞ സഹാബിയല്ലയോ ഇങ്ങനെ മുറുകെ പിടിച്ച് മേടിച്ചുകൊണ്ട് നാളെ കല്യാണം കഴിക്കുന്ന മധുരമൂറുന്ന ആയിരമായിരം സ്വപ്നങ്ങൾ കണ്ട് മഹതിയായ ആതിഖ ബീവി എന്റെ മണവാളൻ ഇപ്പൊ മണവറയിലേക്ക് കടന്നു വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന സന്ദർഭത്തിലല്ലേ അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തിയിട്ട് മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു യാത്രയായി പോയത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ജനാസ എടുത്തുകൊണ്ട് ഇങ്ങനെ സഹാബത്ത് നടന്നു പോകുമ്പോൾ രണ്ട് സഹാബത്ത് ചോദിച്ചു, എന്തു പറ്റി നബിയേ? സഅദിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പെരുവിരൽ കുത്തി എന്തിനാണ് നടന്നത് നബിയേ? ചെറുപ്പക്കാരാ, എനിക്ക് ഈ ചരിത്രം പ്രസംഗിക്കാനും നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടു നിൽക്കാനുമുള്ളതാണോ?
ഈമാനില്ല നമുക്ക്, ഇഖ്ലാസില്ല നമുക്ക്, തഖ്വയില്ല നമുക്ക്, അല്ലാഹുവിനെയും റസൂലിനെയും മഹബ്ബത്തില്ല നമുക്ക്. ഈ ഭൗതികമായ ദുനിയാവിന്റെ പളപളപ്പുകളിൽ ജിംനേഷ്യനിൽ പോയിട്ട് മൾട്ടി ലെവൽ ജിംനേഷ്യനിൽ പോയി ബോഡി ഫിറ്റാക്കാനും ഷോപ്പിങ്ങിന് പോയിട്ട് പെങ്ങളെ നിനക്ക് കാട്ടിക്കൂട്ടലുകൾ നടത്താനും അടിച്ചു പൊളിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് ക്രിക്കറ്റ് കളിച്ച് തോന്നിവാസം കളിച്ച് മൊബൈൽ ഫോണുകളിലൂടെ ഗൂഗിളിൽ സെർച്ച് നടത്തി തോന്നിവാസങ്ങൾ കണ്ട് അശ്ലീല സിനിമകളും ആവാസങ്ങളും കണ്ട് കള്ളു കുടിച്ച് പെണ്ണ പിടിച്ച് ചൂത് കളിച്ച് പലിശ കൊടുത്തും പലിശ മേടിച്ചും ഈ സമുദായം അതപ്പതിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊമ്പുകോർക്കുന്ന ആളുകളില്ലയോ? സമുദായത്തിന്റെ പേരിൽ കൊമ്പുകോർക്കുന്ന ആളുകളില്ലയോ? അല്ലാഹുവിനെ പേടിയുണ്ടോ? റസൂലുള്ളാഹിനെ പേടിയുണ്ടോ? മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് മാലാഖമാരിറങ്ങി വന്നു. മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു ജനാസ സംസ്കാരത്തിന് ആകാശ ലോകത്ത് നിന്ന് മാലാഖമാരിറങ്ങി വന്നു. അവരിങ്ങനെ എനിക്ക് ചുറ്റും ഇന്ന് തിക്കും തിരക്കും കാണിക്കുന്നു. അവർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ പെരുവിരൽ ഇങ്ങനെ കുത്തിയിട്ട് ഉയർന്നു നടന്നത്. അതാ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുത്ത് ഖബറിൽ കൊണ്ടുവെക്കാൻ നേരത്ത് ഖബർ എന്നോട് ചോദിക്കുകയാണ്, ഈ സഅദിന് ദുആ ചെയ്യാൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളുണ്ടോ? ഈ സഅദിന് സൽക്കർമ്മങ്ങളുണ്ടോ? ഈ സഅദ് നല്ലയാളാണോ? അല്ലെങ്കിൽ ഞാൻ സഅദിന്റെ വാരിയല്ലുകൾ കോർക്കുമാർ വിധം ഞെരുക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതുപോലൊരു സന്ദർഭം ഇത് കേട്ടപ്പോ റസൂലുള്ള കരയുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തി ഷഹീദായ ഒരു ഷഹീദിന്റെ ജനാസ എടുത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഖബർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ സഅദ് നല്ലയാളല്ലെങ്കിൽ നബിയെ വാരിയല്ലുകൾ കോർക്കുമാർ വിധം ഞാൻ ഈ സഅദിനെ ഞെരുക്കും നബിയേ. ഇത് കേട്ടപ്പോ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. സെയിം സംഭവം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ വെക്കുമ്പോൾ അലിയാർ തങ്ങളോട് ഖബർ ചോദിക്കുന്നുണ്ട്, അലിയാരെ നീ ഖൈബറിലെ അലിയാണ്, പുലിയാണ്, ശരിയാണ്, അർശിലെ പുലിയാണൊക്കെ ശരി തന്നെ. ഫാത്തിമ ബീവി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ ഉമ്മയാണ്, റസൂലുള്ളാഹിന്റെ മകളാണ്, ശരി തന്നെ. ഫാത്തിമാക്ക് സൽക്കർമ്മങ്ങളില്ലെങ്കിൽ, ഫാത്തിമ നല്ലവളല്ലെങ്കിൽ വാരിയല്ലുകൾ കോർക്കുമാർ വിധം ഫാത്തിമ ബീവിയെ ഞാൻ ഞെരുക്കും അലിയേ എന്ന് ഖബർ മഹാനായ അലിയാർ തങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടൊരു സന്ദർഭത്തിൽ. ഇതേ സംഭവമാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ റസൂലുള്ള കേൾക്കുന്നത്. പാപിയായ മോശക്കാരനായ എന്റെ ജനാസ 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ പള്ളിക്കാട്ടിൽ കൊണ്ട് താഴ്ത്തി വയ്ക്കുമ്പോ എന്റെ ജനാസ ഖബർ ഞെരുക്കുമോ? നമുക്കതിൽ വല്ല ആശങ്കയുമുണ്ടോ മുസ്ലിമീങ്ങളെ? നമുക്കതിൽ വല്ല ബേജാറുമുണ്ടോ മുസ്ലിമീങ്ങളെ? ഇല്ലല്ലോ. നമുക്കതിനെപ്പറ്റി സംസാരിക്കാനെന്ന് ടൈമില്ല, അതിനെപ്പറ്റി ചിന്തിക്കാനെന്ന് സമയമില്ല. നമ്മൾ ടോട്ടലി ബിസിയല്ലയോ? നമ്മുടെ ജനാസ ഒരു ദിവസം ഖബറിൽ വെക്കും കേട്ടോ. ഇവിടെ ഒരു ചക്രവർത്തിയും ജീവിച്ചിരുന്നിട്ടില്ല, ഒരു രാജാവും ഇവിടെ തുടർച്ചയായിട്ട് ജീവിച്ചിട്ടില്ല. എല്ലാവരും 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ എല്ലാവരാലും കൈയടിഞ്ഞിട്ട് കൊണ്ടുവെക്കുന്ന ഒരു സുദിനം വരാനുണ്ട്. അലീമായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിച്ച് നമുക്ക് കാരുണ്യം ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അങ്ങനെ
ഖബർ ചോദിച്ചപ്പോ ഞാൻ കരഞ്ഞുപോയി. അവസാനം ഖബർ ഇങ്ങനെ മൂടിക്കഴിഞ്ഞപ്പോ റസൂലുള്ള ചിരിച്ചതെന്തിനാ നബിയേ? അതേ, ഞാനിങ്ങനെ നോക്കുമ്പോ സഅദിന്റെ ജനാസ ആകാശ ലോകത്തിങ്ങനെ പറന്നുപോയി. അതാ സുബ്ഹാനല്ലാഹ്, സഅദിന് വേണ്ടി ഹൂറുല്ലിങ്ങളായ പെണ്ണുങ്ങൾ സ്വർഗീയ ആരാമത്തിൽ സഅദിന്റെ ജനാസ കടന്നു എന്നപ്പോൾ, ആത്മാവ് കടന്നു എന്നപ്പോൾ ഹൂറുല്ലിങ്ങളായ പെണ്ണുങ്ങൾ അടിപിടി കൂടുന്നു. എനിക്ക് വേണം സഅദിനെ, എനിക്ക് വേണം സഅദിനെ, എനിക്ക് വേണം സഅദിനെ. ഹൂറുല്ലിങ്ങളായ പെണ്ണുങ്ങൾ സഅദിന്റെ ആത്മാവിന് വേണ്ടി സ്വർഗീയ ആരാമത്തിൽ മത്സരിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചുപോയതാണ്. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെല്ലാവരും എന്തോ ഒരു യാന്ത്രികമായ ജീവിതം നയിക്കുകയാണ്. ആർക്കും അല്ലാഹുവിനെ പേടിയില്ലാത്ത കാലഘട്ടമാണ്. ആർക്കും പള്ളികളോട് പേടിയില്ലാത്ത കാലഘട്ടമാണ്. ഇന്നെല്ലാവർക്കും സുഖിക്കാനും രസിക്കാനും ആസ്വദിക്കാനും അങ്ങനെ തോന്നിവാസങ്ങളിൽ രമിക്കാനുമാണ് ഇഷ്ടം. അതേ കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇനി വരുംകാല ഭാവിയിൽ ഈ സമുദായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വരുംകാല ഭാവിയിലുള്ള അവസ്ഥ എത്ര ഭീകരമാണ്. കൃത്യമായി നിസ്കാരം നമ്മൾ പുലർത്തണം, കൃത്യമായി നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം, കൃത്യമായി സകാത്ത് കൊടുത്തു വീഴണം, അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കണം. എല്ലാവരെക്കാളും ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെടണം. കള്ളു കുടിക്കല്ലേ, പെണ്ണ് പിടിക്കല്ലേ, ചൂത് കളിക്കല്ലേ, പലിശ മേടിക്കല്ലേ, കൊടുക്കല്ലേ, ഇടപാടുകളിൽ ബന്ധപ്പെടല്ലേ. എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് പരസ്പരം കുറ്റം പറഞ്ഞ് കളിക്കരുത്. അത് വലിയ തീക്കളിയാണ്. ഈ സമുദായത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടി, സ്വരുമയ്ക്ക് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ, ചിത്രതയില്ലാതെ, ഭിന്നതയില്ലാതെ, ഒരുമയോടെ, സ്വരുമയോടെ കഴിയണം. ഒരു മതത്തിൽപ്പെട്ട സഹോദരനെയും അന്യായമായി ആക്രമിക്കാൻ പാടില്ല. ഒരു പള്ളിയും ഒരു അമ്പലവും ഒരു ക്ഷേത്രവും ഒരു ചർച്ചും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അക്രമികളായ ആളുകൾ അങ്ങനെ എത്തരം വിസ്ഫോടനാത്മകമായ ചിന്താഗതികളുമായി കടന്നു വരുമ്പോൾ അവരോട് നമ്മൾ ഐക്യപ്പെടാതെ ഈ രാജ്യത്ത് മുസൽമാൻ ജീവിക്കണം, ഹൈന്ദവൻ ജീവിക്കണം, ക്രൈസ്തവൻ ജീവിക്കണം, മതമുള്ളവനും മതമില്ലാത്തവനും നിരീശ്വരവാദിയും ജീവിക്കണം. എല്ലാവരും ജീവിക്കുന്ന നാടാണ് ഭാരതം. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ള നാടാണ് ഇന്ത്യ രാജ്യം. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും തോളോട് തോളിടുമ്മി നിന്നിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും അബുൽ കലാം ആസാദിന്റെയും വാരിയാകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും കുഞ്ഞാലി മരക്കാർമാരുടെയും ധീരധീരമായ പോരാട്ടങ്ങൾക്ക് ചരിത്രം വഹിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന് കിടക്കാൻ വിധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഐക്യത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ, സൗഹാർദ്ദത്തോടെ, പരസ്പര ഐക്യത്തോടെ നീങ്ങാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. ഒരു ഹൈന്ദവ സഹോദരന് ഈ തെരുവിൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. ഒരു ക്രൈസ്തവ സഹോദരന്റെയും അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കാൻ പാടില്ല. ഒരു പള്ളിയും തകർക്കപ്പെടാൻ പാടില്ല. ഒരു ക്ഷേത്രങ്ങളും തച്ചുടയ്ക്കപ്പെടാൻ പാടില്ല. ഒരു കനീസകളും കല്ലെറിയപ്പെടാൻ പാടില്ല. നമ്മുടെ ഇടയിലേക്ക് ചിത്രതകളുമായി ഹൈന്ദവർ നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ ശത്രുക്കളായി കരുതണം. ക്രൈസ്തവർ നമ്മുടെ ശത്രുക്കളാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ പൊതുശത്രുവായി കരുതണം. മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും പരസ്പരം തമ്മിലടിച്ച് കൊമ്പുകോർത്ത് ഈ രാജ്യത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കേണ്ട ഒരവസ്ഥ സംജാതമാകുന്നുവെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഏതിന്റെ പേരിൽ കടന്നു വന്നാലും, ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നാലും, ഏതെങ്കിലും മതസംഘടനകളുടെ
കർമ്മങ്ങളുടെ പേരിൽ കടന്നു വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ അവർക്കെതിരെ ഒറ്റക്കെട്ടായ ഒരു സമുദായമായി നിലനിൽക്കുകയും വേണം. അള്ളാഹുവായ റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ പൊരുത്തത്തിലും അവന്റെ ഹൃദയിലുമാക്കി മാറ്റുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ളതായി സ്വീകരിക്കുമാറാകട്ടെ.